താരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം 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 അകലുന്നൊരു ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളവും മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ ഗാന്ധമൗനത്തിൻ നിറനിലാവിൽ ജീവിതം ജീവിതം നന്ദനയെ പെണ്ണ് കാണാൻ പനക്കൽ വീട്ടിലെത്തുന്ന രഘുവും അച്ഛനും അമ്മയും. പെൺകുട്ടി സുധയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നന്ദന ചായയുമായി ചെറുക്കന്റെയും കൂട്ടരുടെയും മുന്നിലെത്തുന്നു. രഘുവിന് നന്ദനയെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടായാലും ഇല്ലെങ്കിലും അവര് ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ നിന്റെയിലുണ്ടോ? ശിവരാമനോട് കുത്തുവാക്കുകൾ പറയുന്ന ഭാര്യ സുമിത്ര. വല്ലവളുമാരും പെറ്റിട്ട് പോയ പെണ്ണിന്റെ കാര്യത്തിൽ എനിക്കെന്താ ഇത്ര ഉത്തരവാദിത്വം? അവൾ ആരാ എന്റെ? സുമിത്രേ, നന്ദനയ്ക്ക് വന്ന വിവാഹാലോചന തന്റെ മകൾ സുധയ്ക്ക് നടത്തണമെന്ന് പറയുന്ന ശേഖരൻ. ഈ വിവാഹം സുധയ്ക്ക് നടത്തുന്നതിൽ തനിക്ക് വിഷമമില്ലെന്ന് നന്ദന. ഇനി തുടർന്ന് കാണുക. അല്ല, മനീഷ് വന്നിട്ടെവിടെ? അപ്പുറത്തെവിടെ ഉണ്ട്. അവൻ കഞ്ഞി കുടിച്ചില്ലേ? പിന്നെ മതി പോലും. വന്നത് മുതലേ മുഖവും വെറുപ്പിച്ചോണ്ട് നടക്ക. ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഒന്ന് വിളിച്ചവനെ. തന്നെത്താനെ അങ്ങ് വിളിച്ചാ മതി. മനീഷേ, മനീഷേ. ആ, നീ കഞ്ഞി കുടിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ട, വിശപ്പില്ല. ഹോസ്റ്റലിലെ താമസവും ഭക്ഷണമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് നിനക്കൊരു ജോലിയായിട്ട് വേണം എനിക്കൊന്ന് നേരെ നിൽക്കാൻ. ഫീസിനോ മറ്റോ പണത്തിന്റെ ആവശ്യമുണ്ടോ നിനക്കിപ്പോ? ഇല്ല. പിന്നെന്താ നീ ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞുകൂടെ? അച്ഛൻ എന്തിനാ കല്യാണക്കാര്യത്തിൽ പെട്ടെന്ന് ചുവട് മാറ്റി ചോട്ടിയത്? നന്ദേച്ചിക്ക് വന്ന ആലോചന സുദേച്ചിക്ക് വേണ്ടി ഉറപ്പിച്ചത് എന്തിനാണെന്ന്? മനീഷേ, മോശമായിപ്പോയി. ശേഖരനും മോളും നമുക്ക് അന്യരാണോ? അമ്മാവൻ എന്ന് വെച്ചാ നിനക്ക് വലിയ കാര്യമായിരുന്നല്ലോ. അതുകൊണ്ട് പ്രപ്പോസൽ വന്ന് നന്ദേച്ചിക്ക്, പെണ്ണ് കണ്ടതും നന്ദേച്ചിയെ, എന്നിട്ട് വിവാഹം ഉറപ്പിച്ച അമ്മാവന്റെ മോൾക്ക്. എന്ത് ന്യായമാണിത്? പ്രായത്തിൽ മൂത്തത് സുധയല്ലേ? ഈ ആലോചന വന്നേ പിന്നെയാണോ സുദേച്ചി മൂത്തയാളായത്? ഇതൊക്കെ നേരത്തെ ഓർക്കേണ്ടതായിരുന്നു അച്ഛാ. അല്ലെങ്കിൽ ആ ചേച്ചിക്ക് വേറൊരു കല്യാണം ആലോചിച്ച് നടത്തേണ്ടതായിരുന്നു. ഇതെന്തായാലും തരം തരുന്ന ഏർപ്പാടായി പോയി. ഏതെടുത്താലും 10 രൂപ എന്ന ലെവലിലാ ആ പെണ്ണ് കാണാമെന്ന കോന്തനും കണ്ടത്. നിർത്ത്. നീ അച്ഛനെ ചോദ്യം ചെയ്യാണോ? എന്നാലേ അതിന് മാത്രമൊന്നും വളർന്നില്ല മോൻ. അതോ ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കി വിട്ടതാണോ? ഉദ്ദേശിക്കുന്ന എന്താന്നൊക്കെ മനസ്സിലായി. ദേ അമ്മ ആവശ്യമില്ലാത്ത വ്യാഖ്യാനമൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നന്ദനക്കില്ലാത്ത പരാതി നിനക്കെന്തിനാ? കല്യാണക്കാര്യം മാറ്റി ആലോചിച്ചെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട്, കടമയുണ്ട്. അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടണ്ടേ അമ്മേ? ആരാടാ ഈ മറ്റുള്ളവര്? അച്ഛൻ തീരുമാനിച്ചെങ്കിൽ അത് അതുപോലെ നടത്തിയിരിക്കും. മക്കൾ അധികം തല പുകയ്ക്കണ്ട കേട്ടോ. തലയിരിക്കുമ്പോഴേ വാലാടണ്ട. നിങ്ങൾ കഞ്ഞി കുടിക്ക്. കുറച്ചും കൂടെ മതി, നിറഞ്ഞു. നിനക്ക് തൃപ്തിയായല്ലോ.
നന്ദന എന്തായാലും ഒരാൾ വിളിച്ചതല്ലേ, ഒന്ന് നിന്നൂടെ? നന്ദനയ്ക്ക് എന്നോട് പിണക്കമാണെന്ന് മനസ്സിലായി. താനെന്ന് തെറ്റിദ്ധരിച്ചതാ. സത്യത്തിലെന്ന് എന്താ ഉണ്ടായെന്നറിയോ? നന്ദന ബസ്സിൽ കവലയിൽ വന്നിറങ്ങുമ്പോൾ നേരം സന്ധ്യമയങ്ങാറായിരുന്നു. അതിൻ്റെ കൂടെ നല്ല മഴയും. തനിക്ക് പോകേണ്ട വഴിയിലാണെങ്കിൽ ആളനക്കോയില്ല. ശരിക്കും തൻ്റെ ഉള്ളിലും പേടി തോന്നിക്കാണും. തനിച്ച് പോകണ്ടെന്ന് കരുതിയാ ഞാൻ പിന്നാലെ വന്നത്. ആ സമയത്തൊപ്പം നടന്നാൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിലും എന്ന് വിചാരിച്ച് കുറച്ച് പുറകിലായിട്ട് നടന്നു. എന്തോ തന്നെ ഒറ്റയ്ക്ക് വിടാൻ എനിക്കപ്പോൾ മനസ്സ് വന്നില്ല. ഞാൻ പക്ഷെ ഫോളോ ചെയ്യണമെന്ന് നന്ദനയ്ക്ക് തോന്നി. ആ വിവരം ചൂടാറാതെ ചെന്ന് അച്ഛനോട് പറയുകയും ചെയ്തു. മൂപ്പരെന്നെ ചോദ്യം ചെയ്തു. അതെനിക്കിഷ്ടപ്പെട്ടു. അച്ഛന്മാരായി ഇങ്ങനെ വേണം. ഇതൊക്കെ എന്നോടിപ്പോ പറയുന്ന എന്തിനാ? ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ്. തൻ്റെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എൻ്റെ ആവശ്യമല്ലേ? ഇപ്പൊ മഴയുണ്ടെങ്കിലും സമയം സന്ധ്യയല്ല. ഓ, മനസ്സിലായി എന്താ ഉദ്ദേശമെന്ന്. പിന്നെ കല്യാണാലോചന എത്രടം വരെയായി? ആലോചനയോ? ആരുടെ? ഒന്നും അറിയാത്ത പോലെ. എന്നാലേ സംഗതി മുടങ്ങിയവരെ ഞാൻ അറിഞ്ഞു. അതങ്ങനെ വരൂ. കാരണം കടയതി കട്ടമ്മയ്ക്ക് ഒരു വഴിപാട് നേർന്നിരുന്നു ഞാൻ. ആ ആലോചന മുടക്കി തരണേന്ന് പറഞ്ഞിട്ട്. മനസ്സുനൊന്ന് പ്രാർത്ഥിച്ചാല് കേൾക്കാതിരിക്കില്ല ദേവി. എന്റെ ഉള്ളു കാണുന്ന ആളാണ്. ഇനി പോയിട്ട് വഴിപാട് നടത്തണം. വീണ്ടും നേർച്ച പറയേണ്ടതല്ലേ? സുമിത്ര ചിറ്റേ, ഞാൻ ഇറങ്ങുവാണേ. ചേച്ചി എങ്ങോട്ട് പോവാ? ചേച്ചി, നീ എന്നെ കാണുമ്പോ മുഖം കനപ്പിച്ചിട്ടും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. ഞാൻ ആരുടെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല. ശിവരാമൻ പേരപ്പന എല്ലാം തീരുമാനിച്ചത്. അല്ലാതെ എന്റെ കല്യാണം ആദ്യം നടത്തണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടേ ഇല്ല. ചേച്ചി നിർബന്ധിച്ചു എന്ന് ആര് പറഞ്ഞു? മുഖം കണ്ടാൽ അറിയാം നിന്റെ മനസ്സിൽ ഇതാ വിചാരമെന്ന്. എന്നെ കാണുമ്പോ മഴക്കോള് മൂടി ആകാശം മാതിരിയാ. എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ഞാൻ ദേഷ്യം കാണിച്ചില്ലല്ലോ. കണ്ടോ, ഈ പറയും തന്നെ ദേഷ്യം പിടിച്ചിട്ടാ. എന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോ മുതൽ ഇങ്ങനാ. ഞാനും അച്ഛനൊക്കെ പാവങ്ങളാ. ഇനി ദേഷ്യം കൂടി മനസ്സിൽ പക തോന്നിയിട്ട് എന്നെ ശപിക്കോ നീ? സുധേച്ചി, ശപിച്ചാലും ഫലിക്കില്ല. എനിക്ക് അർഹതപ്പെട്ടതേ എനിക്ക് കിട്ടൂ. അങ്ങനെയാ ഞാൻ വിചാരിക്കുന്നേ. നിന്റെ മനസ്സ് നന്നായാ നിനക്ക് കൊള്ളാം, അല്ലാതെന്താ? ചേച്ചി, ക്രൂസ് വിസ്താരമായിരുന്നല്ലേ? സുധേച്ചി അമ്മയുമായി നേരത്തെ എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു. ചേച്ചി ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട, കാര്യാക്കാൻ വേണ്ട. ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളല് വരുന്നു പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? സുധേച്ചിയുടെ കാര്യത്തില് ഏകദേശം അതാ സംഭവിച്ചിരിക്കുന്നത്. ഞാനതിന് സുധേച്ചിയോടൊന്നും പറഞ്ഞില്ലല്ലോ അമ്പിളി. പറയണമെന്നില്ല. അർഹതയില്ലാത്തത് തട്ടിയെടുത്തുന്ന് ആ ചേച്ചിക്ക് നല്ല ബോധ്യമുണ്ട്. ആലോചന വന്നത് എന്റെ ചേച്ചിക്ക്, എന്നിട്ടതിപ്പോ നടക്കാൻ പോകുന്നത് പുള്ളിക്കാരത്തിക്ക്. ശരിക്കും ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞ അവസ്ഥയാ. ഗണപതിക്ക് പരാതിയില്ലെങ്കിലും കാക്കയ്ക്ക് മനസാക്ഷി കുത്തുണ്ടായി. അത്രേ ഉള്ളൂ അതിന്റെ സൈക്കോളജി.
തനിക്ക് അർഹതയില്ലാത്തത് റാഞ്ചി എടുക്കുമ്പോ ചിലർക്ക് കുറ്റബോധം തോന്നും. അതെങ്ങനെ മനസ്സിൽ കിടന്ന് കുത്തുമ്പോഴാ ഈ വക ആരോപണങ്ങൾ ഉണ്ടാവുക. നമ്മുടെ അമ്മാവനും മോളും തന്നെയാ. പക്ഷെ സംസ്കാരം വിവരമൊക്കെ കഷ്ടയാ. അച്ഛന്റെയോ ചേച്ചിയുടെയോ മനസ്സിന്റെ വലിപ്പം കാണാനുള്ള കണ്ണൊന്നും അവർക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസരത്തെ അതിനെ നന്ദി കാണിച്ചേനെ. അവര് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോ വിട്ടുകൊടുക്കാൻ ചേച്ചി സന്മനസ് കാട്ടിയല്ലോ. അതവർക്കൊന്നും മനസ്സിലാവില്ല. പോട്ടെ ചേച്ചി. പിന്നെ ഈ കല്യാണം വിധിച്ചത് സുദേശിക്കായിരിക്കും. അത്രേ ഉള്ളൂ. പാവം ആ ചേട്ടന്റെ വിധി, അല്ലാതെന്താ. ഉടുത്തിറങ്ങുമ്പോ ഇതിന് ഇരട്ടി പകിട്ട് തോന്നിക്കും. സുമിത്രയല്ലേ സെലക്ട് ചെയ്തത്, എങ്ങനെ മോശമാവും അല്ലേ മക്കളെ? ആഭരണത്തിന്റെ ബോക്സ് നോക്കമ്മേ. അയ്യോ, 1/2 ഡസൻ മുളകൂടി എടുക്കായിരുന്നു. ഈ മോഡലാ നല്ലത്. അഴുക്കാക്കാതെ അതവിടെ വെക്കേ. അവളൊന്ന് കണ്ടോട്ടെ സുമിത്രേ. കണ്ടാ പോരെ, തൊട്ട് തലയിടണോ? അല്ല, നന്ദനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ? നോക്കി വാങ്ങിയതല്ലേ ശേഖരൻ മാമ, എല്ലാം നന്നായിട്ടുണ്ട്. 50 പവനില്ലെങ്കിലും ഒരു 100ന്റെ പൊലിമയുണ്ട് അല്ലേ സുമിത്രേ? എല്ലാം എടുത്തു വെച്ചേ. ശേഖരേട്ടൻ കിടക്കുന്ന മുറിയിൽ അലമാരിൽ വെച്ച് പൂട്ടിയാ മതി. പ്രത്യേക ശ്രദ്ധ വേണം കേട്ടോ. ശ്രദ്ധയോ? ഞാനിന്ന് ഉറങ്ങുന്നേയില്ല. വേണമെങ്കിൽ കയ്യിലൊരു വെട്ടുകത്തിയും കരുതിക്കോളാം. എന്താ പോരെ? കൊണ്ടക്ക് ഇതെല്ലാം കൊണ്ടുവച്ചിട്ട് കിടക്കാം. എല്ലാം എടുത്തോ മക്കളെ. വാടി. ഒന്നും മറന്നില്ലല്ലോ. നടക്ക്. ചേച്ചി, ഇതിനേക്കാൾ ഭംഗിയായിട്ട് അച്ഛൻ ചേച്ചിയുടെ കല്യാണം നടത്തൂ. ചേച്ചി വിഷമിക്കരുത്. എനിക്കൊരു വിഷമമില്ല മോളെ. വിഷമമില്ലെന്ന് കാണിക്കാൻ വേണ്ടി തുള്ളിച്ചാടി നടക്കുന്നില്ലെന്നേ ഉള്ളൂ. സുദേശിയുടെ കല്യാണം നടത്തേണ്ടത് തന്നെയാ. എന്നെക്കാളും മൂത്തതല്ലേ ചേച്ചി. ആദ്യം ഈ കല്യാണം നടക്കേണ്ടത്. അച്ഛൻ തന്നെയാ നടത്തി കൊടുക്കേണ്ടതും. സത്യത്തിൽ ഭാരം താങ്ങുന്നതിന്റെ വിഷമം അനുഭവിക്കുന്നത് ഇപ്പൊ അച്ഛനാണ്. പുറമേ അത് ഭാവിക്കുന്നില്ലെന്നേ ഉള്ളൂ. നല്ല മനസ്സുള്ളവർക്കേ ഭാരം ഏറ്റെടുക്കാൻ തോന്നുള്ളൂ. അതിനുള്ള ശേഷിയും അങ്ങനെയുള്ളവർക്ക് മാത്രമേ കിട്ടേയുള്ളൂ. മുഹൂർത്തായി. തലയിട്ട് നടത്താല്ലേ? അതെ, നടത്താം. മാല കൊടുത്തു.
നന്ദനയ്ക്ക് വിവാഹാലോചന വന്നപ്പോ എനിക്ക് മനസ്സിലായി നീ എന്റെ മോളെ വേറിട്ടാ കാണുന്നതെന്ന്. അങ്ങോട്ട് നിൽക്കാം. ആ വാ മോളെ. മോള് നടന്നു. ഞാൻ വർക്ക് സൈറ്റിലൊന്ന് കയറിയിട്ട് വന്നേക്കാം. ഇന്നിനി സൈറ്റ് പോവാനോ? കൊള്ളാം. ആ അധിക സമയം അവിടെ നിൽക്കില്ല, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നേക്കാം. എനിക്ക് ദേഷ്യം വരണ്ട കേട്ടോ. അച്ഛൻ എങ്ങോട്ടും പോണ്ട, ബസ് ഇപ്പൊ വരും. അയ്യോ മോളെ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അച്ഛൻ പറയുന്ന കേട്ടാ മതി. ഓഹോ. ഹരിപ്രസാദ് അല്ലേ? എന്താ രണ്ടാളും കൂടി? എവിടുന്നോ യാത്ര കഴിഞ്ഞ് വരികയാണെന്ന് തോന്നുന്നു. അതോ പോകാൻ ഇറങ്ങിയതാണോ? ഡോക്ടർ രാജശേഖരന്റെ ക്ലിനിക്ക് വരെ ഒന്ന് പോയിട്ട് വരുന്ന വഴിയാ. ആർക്കാ അസുഖം? അങ്ങനെ അസുഖമായിട്ടൊന്നുമില്ല, ചെറിയൊരു നെഞ്ചുവേദന പോലെ. ഗ്യാസിന്റെയാ. അച്ഛനെ അധികം സംസാരിക്കണ്ട. നെഞ്ചുവേദനയാണെങ്കിൽ നിസ്സാരമായിട്ട് കാണണ്ട കേട്ടോ. ടൗണിലെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? ECG മറ്റും നോക്കാൻ അവിടെയല്ലേ സൗകര്യമുള്ളൂ. ഓ, ഇതങ്ങനെ പേടിക്കാനും മറ്റൊന്നും ഇല്ലടോ. വായു വിലങ്ങിയതാ. നേരം പുലർന്ന ഞാൻ കയറി ഇറങ്ങി നടക്കുന്നത് പോലെ ആരാ നടക്കുന്നേ? എനിക്ക് എന്തു വരാനാ? ഒന്നുമില്ല. മോൾക്ക് വെറുതെ ടെൻഷനാ. ഹരി എങ്ങോട്ടാ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എനിക്ക് ജോലി കിട്ടി. ആഹാ, എവിടെയാ? ഇലക്ട്രിസിറ്റി ബോർഡിൽ. നന്നായി. സർക്കാർ ജോലി എന്ന് വെച്ചാ അതിന്റെ പകിട്ടൊന്ന് വേറെയാ. നന്ദന അഭിപ്രായമൊന്നും പറഞ്ഞില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാനും ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ട് ഇവള്. കാര്യം ഇവൾക്ക് വലിയ ഫാഷനൊന്നും ഇല്ലെങ്കിലും. എന്നെ കുറിച്ച് നന്ദന പിന്നീട് പരാതി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ. ഗുളിക കഴിക്കേ. വെള്ളം കുറച്ചുകൂടെ വേണോ? ചെറിയൊരു അസുഖം വന്നാൽ തന്നെ മനുഷ്യർ വലഞ്ഞു പോവും. പിന്നെ കാര്യമായ രോഗങ്ങൾ വരുന്നവരുടെ കാര്യം പറയണോ? കഷ്ടപ്പെട്ടത് തന്നെ. ഞാൻ ശേഖരേട്ടൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ, ഒട്ടും വയ്യ. പണ്ടൊക്കെ എത്ര ആരോഗ്യത്തോടെ നടന്നതാ. ഒരു ജലദോഷം വന്നായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. എല്ലാം കൂടി ദൈവം ഒടുവിൽ ഒരുമിച്ചങ്ങ് കൊടുത്തു. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ നമ്മളോട് വിഷമങ്ങൾ പറഞ്ഞേ. നമ്മളെ കൊണ്ടാവുന്നത് പോലെ ചെയ്തല്ലോ സുമിത്രേ. സുധയുടെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊടുത്തു ഇല്ലേ? അതിന്റെ നന്ദി ഇന്ന് ശേഖരേട്ടന് നമ്മളോടുണ്ടായിരിക്കും. നന്ദിയും കടപ്പാടും ഒന്നും വേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. ബന്ധുത്വം അത് മനസ്സിൽ എന്നുണ്ടായാൽ മാത്രം മതി. മോളുടെ കല്യാണം കഴിഞ്ഞെങ്കിലും ഏട്ടന്റെ ഭാരം തീർത്തു ഒഴിഞ്ഞിട്ടില്ല. ചികിത്സയുടെ കാര്യത്തിന് എന്തെല്ലാമോ കടമോ ബാധ്യതയോ വരുത്തി വെച്ചിട്ടുണ്ട്. നമ്മളത് മനസ്സ് വെച്ചാ അതിൽ നിന്നൂടെ പാവത്തിനെ രക്ഷിക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ജംഗ്ഷനിലെ ആ സ്ഥലമില്ലേ, നമ്മളെന്തായാലും ഇനി ഇവിടെ വീട് വെക്കാനോ താമസിക്കാനോ പോകുന്നില്ല. അതുകൊണ്ട് അതിന്റെ ഒരു പങ്ക് ശേഖരേട്ടന് എഴുതി കൊടുത്താ അത് വെച്ച് കടങ്ങളെല്ലാം വീട്ടി ഏട്ടന് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അല്ല, നമുക്ക് അത് നടക്കില്ല. അത് നന്ദനയുടേതാണ്, അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാ അത്. അതെങ്ങനെ അവളുടേത് മാത്രമാവും? മക്കൾക്കെല്ലാം തുല്യ അവകാശമല്ലേ? എന്നിട്ട് നീ എന്റെ മക്കളെ തുല്യരായിട്ടാണോ കാണുന്നത്? തുറന്നു പറയാം, നന്ദനയ്ക്ക് വിവാഹാലോചന വന്നപ്പോ എനിക്ക് മനസ്സിലായി നീ എന്റെ മോളെ വേറിട്ടാ കാണുന്നതെന്ന്. സ്വന്തം മക്കളും വീട്ടുകാരാണ് വലുതെന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് നീ മറന്നു കാണും. ഞാൻ മറന്നിട്ടില്ല. സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കാണും. അത് മനസ്സിലൊന്നും വെച്ചിട്ടല്ല. ഏത് സാഹചര്യത്തിലായാലും പറഞ്ഞല്ലോ. മനസ്സിലില്ലാത്തൊരു കാര്യം ഒരാൾക്കും ഒരിക്കലും പറയാൻ പറ്റില്ല സുമിത്രേ. ഇനിയത് തിരുത്താൻ പോണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ.
നന്ദനയ്ക്ക് വന്ന മംഗല്യഭാഗ്യം നീ വഴിതിരിച്ചു വിട്ട് സുധയ്ക്ക് നേടിക്കൊടുത്തു. ഞാൻ പൂർണ്ണ മനസ്സോടെ സഹകരിച്ചു. നന്ദനയ്ക്ക് അതിൽ പ്രയാസമുണ്ടോയെന്ന് ചോദിക്കാൻ നീ മെനക്കെട്ടില്ല. അവളുടെ ഭാഗത്തുനിന്ന് ഒരു മാത്രം നീ ചിന്തിച്ചില്ല. പോട്ടെ, അത് കഴിഞ്ഞു. പക്ഷേ ഇപ്പ പറഞ്ഞ കാര്യം അത് നടക്കില്ല. ആ മുതൽ അത് അവൾക്ക് മാത്രമുള്ളതാ. അതിൽ മാറ്റമില്ല. എനിക്ക് വന്ന ആലോചന മുടക്കാൻ വഴിപാട് നേർന്നു അന്ന് പറഞ്ഞ സത്യാണോ? ഞാൻ പ്രാർത്ഥിച്ചു ആ കല്യാണം മുടങ്ങാൻ. ഒന്ന് നിന്നെ. ഇപ്പൊ എന്നെ കണ്ടപ്പോ നന്ദന എന്താ മനസ്സിൽ വിചാരിച്ചെന്ന് പറയട്ടെ. ഇയാള് പിന്നാലെ വരവ് നിർത്തിയിട്ട് കാത്തു നിൽപ്പും തുടങ്ങിയൊന്ന് അല്ലേ? അതല്ലേ മനസ്സിലോർത്തത്? ഞാനൊന്നും ഓർത്തില്ല. ആയിക്കോട്ടെ. ഞാൻ ഈ പിന്തുടരലും കാത്തുനിൽപ്പൊക്കെ നിർത്തിയാലോന്ന് വിചാരിക്കുക. എന്നിട്ടേ മറ്റൊരു കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കുക. തുറന്നു പറയാം, ഞാനൊരു പ്രപ്പോസലുമായിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പണ്ടേയുള്ളൊരാഗ്രഹമാണ്. ഒരു തൊഴിലോ വരുമാനവും ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് പറയാൻ ധൈര്യം വന്നില്ല. എന്ത് പിൻബലത്തിലാണ് പെണ്ണ് ചോദിക്കുന്നതെന്ന് നന്ദിനിയുടെ അച്ഛൻ ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോവില്ലേ? ഇപ്പൊ അതിനൊരു പരിഹാരമായി. അതുപോട്ടെ, നന്ദനയ്ക്ക് എന്നോടെന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? കാര്യങ്ങൾ തുറന്നു പറയുന്ന എനിക്കിഷ്ടം. എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ട്. എനിക്ക് വന്ന ആലോചന മുടക്കാൻ വഴിപാട് നേർന്നു അന്ന് പറഞ്ഞ സത്യാണോ? ശരിക്കും അങ്ങനെ ചെയ്തു? ഇല്ല, വഴിപാടൊന്നും നേർന്നില്ല. ഞാൻ കള്ളം പറയുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു ആ കല്യാണം മുടങ്ങാൻ. അപ്പോ പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ വരാം, അച്ഛനെ കാണാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം. നന്ദനയുടെ ഇഷ്ടം തുറന്നു പറയണം. ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞു. ഇഷ്ടമാണോ? പറയേ. അല്ല.